ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തുതി, ദൈവത്തിന് ആരാധന, ദൈവത്തിന് സകല മാനവും മഹത്വവും. പ്രിയപ്പെട്ടവരെ, ആമേൻ. ഇന്ന് വിശുദ്ധ ദിവസം. ആമേൻ. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയിൽ വിശുദ്ധ ആരാധനയ്ക്കായി ഞങ്ങൾ കടന്നു പോകുവാൻ ആഗ്രഹത്തോടെ ആമേനായിരിക്കുന്നു. പ്രാർത്ഥനയോട് ഉപവാസത്തോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് വിശുദ്ധിയിൽ വലിയവനായ ദൈവത്തെ ആരാധിപ്പാൻ ദൈവത്തിൻ്റെ ജനങ്ങൾ ഇന്ന് ഒരുങ്ങിയിരിക്കുമ്പോൾ ഏടകളാകുന്ന ഞങ്ങളും ദൈവത്തിലേക്ക് കടന്നു പോവുകയാണ്. ആമേൻ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ 2 വരികൾ ദൈവസന്നിധിയിൽ പാടുവാൻ ആഗ്രഹിക്കുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പം, പല വ്യാധികളാൽ ജനം നശിച്ചിടുന്നു. രാജ്യം രാജ്യങ്ങളോടതിർത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം. രാജ്യം രാജ്യങ്ങളോടതിർത്തു തുടങ്ങിയല്ലോ, ഒരുങ്ങിയിടാം. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുമതിൻ താമസം ഏറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുമതിൻ താമസം ഏറെയില്ല. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. കൊട്ടാരങ്ങൾ തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണുനീർ താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയും ഇല്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. ഒരു സ്വസ്ഥതയും ഇല്ല മനുഷ്യർക്ക് ഒരുങ്ങിയിടാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തിരുവചനം വ്യക്തമായി വിളിച്ചു പറയുന്നു. ആമേൻ. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും ഇതെൻ്റെ കർത്താവിൻ്റെ വരവിൻ്റെ ആരംഭം, യേശുവിൻ്റെ വരവിൻ്റെ ഈറ്റുനോവിൻ്റെ ആരംഭം. കർത്താവ്, ഹല്ലേലൂയ, ഈ ഭൂമിയിലേക്ക് രണ്ടാമത്തെ വരവിന് ആമേൻ സമയമായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാലമിനി അധികമില്ല. ആമേൻ. യേശു വരാറായി, യേശു വരാറായി എന്ന് ആമേൻ തെരുക്കോണുകളിൽ നിന്ന് നിങ്ങളോട് ഹല്ലേലൂയ സത്യവചനവുമായി ഇറങ്ങി ട്രാക്ടറിൽ നിന്ന് സുവിശേഷം പറയുന്നത് വെറുതെയല്ല. നിങ്ങൾ കാണുന്നില്ലേ, കൊട്ടാരത്തിലും ആമേൻ കുടിലിലും ഒക്കെ ഉള്ളവർ കണ്ണുനീരോടെ ആമേൻ പ്രാർത്ഥനയോടായിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്ത്, പ്രത്യേക കേരളത്തിൽ നമ്മുടെ എത്ര കുഞ്ഞുങ്ങൾ വിദേശ രാജ്യങ്ങളുണ്ട്. എൻ്റെ പൈതലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്നേഹിതരുണ്ട്, എൻ്റെ ബന്ധുമിത്രാദികളുണ്ട്, ചാർച്ചക്കാരുണ്ട്, എൻ്റെ ദേശത്തെ കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളെല്ലാം സർവശക്തനായ ദൈവം സൂക്ഷിക്കട്ടെ. അതിലുപരി ഈ യേശു ആമേൻ തമ്പുരാൻ, ആമേൻ രക്ഷകനാണ്. യേശുവിനെ അറിയാത്ത പ്രിയപ്പെട്ട സഹോദര സഹോദരി, കർത്താവ് വരാറായി. നിത്യവചനം, തിരുവചനം അത് നിവൃത്തീകരിക്കുന്നു. യേശു ക്രിസ്തു ആമേൻ രാജാതി രാജാവാണ്. യേശു ക്രിസ്തു കർത്താവാണ്. ആമേൻ. തമ്മിൽ പോര് വിളിച്ചും ആമേൻ ആര് മരിച്ചാലും അത് മനുഷ്യനാണ് മരിക്കുന്നത്. ഹല്ലേലൂയ. മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, യുദ്ധം ആർക്കും നല്ലതല്ല. ഒരു മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നതല്ല. അത് ആമേൻ സമാധാനം കെടുത്തുന്നതാണ്. ദൈവിക സമാധാനം വേണമോ? ഈ യേശു ക്രിസ്തുവിൻ്റെ വരവിന് ഹല്ലേലൂയ ആരംഭമെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നെങ്കിൽ ആമേൻ ആമേൻ യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും അതുപോലെ തന്നെ ആമേൻ ദാരിദ്ര്യവും ഒക്കെ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നിവർത്തീകരിക്കുന്നു. ഹല്ലേലൂയ. ഒരുങ്ങുക, കാത്തിരിക്കുക, വിശുദ്ധിയോടെ, വിശുദ്ധിയിൽ വലുവനായ എൻ്റെ കർത്താവിനെ ആമേൻ എതിരേൽപ്പാൻ. പ്രിയപ്പെട്ട സഹോദര, നീ ഒരുങ്ങ്. സഹോദരി, നീ ഒരുങ്ങ്. ആമേൻ. ദൈവവചനം നിവർത്തീകരിക്കുന്നു. ദൈവിക സമാധാനം ആമേൻ രാജ്യങ്ങൾ ഉണ്ടാകട്ടെ, ദേശങ്ങൾ ഉണ്ടാകട്ടെ. ആമേൻ. ദൈവജനത്തിൻ്റെ മധ്യം ഉണ്ടാകട്ടെ, സമൂഹത്തിൻ്റെ മധ്യം ഉണ്ടാകട്ടെ. ദേശത്ത് ദൈവത്തിൻ്റെ സമാധാനം ഇറങ്ങട്ടെ, രാജ്യങ്ങളിൽ ഇറങ്ങട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു വരാറായി. യേശു ക്രിസ്തു വരാറായി. ക്രിസ്തു യേശു രാജാതിരാജാവായി വരാറായി. ഹല്ലേലൂയ. ഒരുങ്ങ്. ആമേൻ. യേശു രക്ഷകനാണ്, കർത്താവാണ്. ആമേൻ. സകലത്തിനും മതിയായവനാണ്. ഈ ദൈവം എത്ര നല്ലവനെന്ന് രുചിച്ചു നോക്കിയാൽ ആമേൻ ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ ദൈവമേ, ഇന്ന് വിശുദ്ധ പകൽക്കാലമാണ്. ആമേൻ. കർത്താവേ, ഞങ്ങളാരും ഹല്ലേലൂയ ആമേൻ പലപ്പോഴും ഹല്ലേലൂയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾക്ക് വേദനയുണ്ട്. വിദേശ രാജ്യങ്ങൾ യുദ്ധങ്ങൾ നടക്കുന്നു. ഗൾഫ് കൺട്രികളിൽ കർത്താവേ ഹല്ലേലൂയ യുദ്ധങ്ങൾ നടക്കുമ്പോൾ ആമേൻ എത്രയോ പിഞ്ചോമനങ്ങൾ കഴിഞ്ഞ ദിവസം മരിച്ചു. ഒന്നിനും ഒരു പരിഹാരമല്ല കർത്താവേ യുദ്ധം. യുദ്ധത്തെ നിർത്തലാക്കണമേ അപ്പ. ദൈവിക സമാധാനം അയക്കണമേ കർത്താവേ. ആമേൻ. ഞങ്ങളുടെ രാജ്യങ്ങളിൽ, ഞങ്ങളുടെ ദേശങ്ങളിൽ, ആമേൻ ഞങ്ങളുടെ ചുറ്റുപാടുകളിൽ ദൈവിക സമാധാനം അയക്കണമേ. അങ്ങയുടെ വരവെങ്കിൽ വിശുദ്ധിയോടും വേർപാടോടും ദൈവകൃപയോടും ജനമായിരിപ്പാൻ ഇവിടെയാക്കണമേ. ആരും നശിച്ച് നഷ്ടപ്പെട്ടു പോവല്ലേ കർത്താവേ. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കട്ടെ. ഇന്നത്തെ വിശുദ്ധ ആരാധനയിൽ, പൂലവും പാടുമുള്ള ആരാധനയിൽ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കട്ടെ. ദൈവം എല്ലാ നാമത്തിനും മേലായ നാമമുള്ള യേശു ക്രിസ്തുവിൻ്റെ ആ
അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ സഹോദരങ്ങൾ, ആമേൻ, ഓരോ മനുഷ്യരും, ആമേൻ, മാനവരാശിയായിട്ടുള്ള ഒരു സഹോദരങ്ങളും, ആമേൻ, നമുക്ക് അന്യരല്ല. അവരെല്ലാം നമ്മുടെ, ആമേൻ, നമുക്കുള്ളവരാണ്. ആമേൻ, നമ്മുടെ രക്തങ്ങളാണ്. അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കുഞ്ഞുങ്ങളെ ഓർക്കാം. ആമേൻ, ദേശത്ത് ദൈവത്തിൻ്റെ ഹാലലുയ വൻ പ്രവൃത്തി നടക്കുവാൻ നമുക്ക് ഹാലലുയ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, യുദ്ധം നിർത്തലാക്കണമേ എന്ന് വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ദിവസം, ആമേൻ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ദൈവജനത്തിൻ്റെ മധ്യ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ദൈവം, സർവശക്തനായ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. ഹാലലുയ. ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും പൂമരുതിക്കുഴിയിൽ നിന്ന് ഹാലേലൂയ. സ്തോത്രം.